ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് റിക്വസ്റ്റ് വീഡിയോ ആണ് കേട്ടോ, കൃഷ്ണ സന്ദേശങ്ങൾ. നിങ്ങൾക്ക് ഈ ഒരു സമയം ശ്രീകൃഷ്ണ ഭഗവാന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഒരുപാട് കൃഷ്ണ ഡിവോട്ടീസ് ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് നേരത്തെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇപ്പം സ്ഥിരം ചോദിക്കുന്നുണ്ട് കൃഷ്ണ സന്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്ത് ഗൈഡൻസ് ആണ്, എന്താണ് ഇപ്പോൾ ഭഗവാൻ നിങ്ങളോട് പറയാനുള്ളത്? അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നോക്കാം എന്താണ് ഭഗവാന് ഈ ഒരു സമയം നിങ്ങളോട് പറയാനുള്ളത്. ഡെത്താണ്. ഡു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റി. ഗീത ദ അബ്സല്യൂട്ട് ട്രൂത്ത്. ട്രാൻസ്ഫർമേഷൻ. ബ്ലെസ്സിങ്സ്. വോട്ടം വന്നിട്ടുള്ളത് ബി പോസിറ്റീവ് ആണ്. ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് ഡെത്താണ്. അപ്പോൾ ഇതിൽ ഭഗവാൻ പറയുന്നത് എവറി സിറ്റുവേഷൻ പെയിൻഫുൾ ഓർ ജോയസ് ഈസ് വെൽ റിട്ടേൺ ഫോർ അസ് ആണ്. അപ്പോൾ ഇതിപ്പോൾ നല്ലതായാലും ചീത്തയായാലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യവും എഴുതപ്പെട്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം പിടിച്ചു വച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില ബന്ധങ്ങളായിരിക്കാം, ചില വേദനകളായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം, ഇത് ഇനി അത് തുടരേണ്ടതില്ല എന്നുള്ളതാണ് ഭഗവാൻ പറയണത്. ഇനി അത് സ്റ്റോപ്പ് ആകുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവയെ നിങ്ങൾ വിട്ടുകൊടുക്കണം എന്നാണ് കേട്ടോ കാണുന്നത്. ട്രീറ്റ് ജോയ് ആൻഡ് സോറോ ഇൻ ദ സെയിം വേ ഡെത്ത് ആൻഡ് എ ന്യൂ ബിഗിനിങ്. അപ്പോൾ നമ്മൾ സന്തോഷവും ദുഃഖവും ഒരേപോലെ കാണാൻ ശ്രമിക്കണം. മാത്രമല്ല ഡെത്ത്, അതായത് ഡെത്ത് എന്ന് പറയുന്നത് ഒരു എൻഡാണ്. ഈ എൻഡ് എന്ന് പറയുന്നത്, ആ ഒരു എൻഡിങ് എന്ന് പറയുന്ന ഒരു ന്യൂ ബിഗിനിങ് ആണെന്നാണ് ഭഗവാൻ പറയണത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഷിഫ്റ്റ് വരുന്നു എന്ന് പറയുന്നു. പഴയ കർമ്മങ്ങളുടെ ഒരു അവസാനം ആയി എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ വേദനകൾ അവസാനിക്കാറായി എന്നുള്ളതാണ് കാണട്ടോ. അപ്പോൾ ഇതിൽ മാത്രമല്ല നിങ്ങൾ ഈ ഒരു സമയം എൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ പിടിച്ചു നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ ഡു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റി ആണ് ഇതിൽ. ഇത് ബൈ ഡു നോട്ട് ഇൻവൈറ്റ് നെഗറ്റിവിറ്റി ബൈ ഡൂയിങ് ഓർ സേയിങ് റോങ് തിങ്സ്. നമ്മൾ തെറ്റ് ചെയ്യുന്നതിലൂടെ, നമ്മൾ പറയുകയോ, നമ്മൾ ചില സമയം പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതോ ഗോസിപ്പ് പറയുന്നതോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങൾ മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നതോ, അല്ലെങ്കിൽ നമ്മളത് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു കാര്യം കണ്ടാൽ, നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം, ഒരു ന്യൂസ് കണ്ടാൽ നമ്മൾ പലപ്പോഴും അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അത് നെഗറ്റിവിറ്റിയെ പ്രൊവോക്ക് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ മാക്സിമം നമ്മൾ കാണാതിരിക്കുക. അഥവാ കണ്ടാൽ സൈലൻ്റ് ആയിട്ടിരിക്കുക. അതിനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. അതിനെ നിങ്ങൾ ഫോർവേഡ് ചെയ്ത് പല ആൾക്കാരിലേക്കും നിങ്ങൾ ഇത് ഫോർവേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയാണ് ഈ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എത്ര ആൾക്കാരത് കാണുന്നോ അത് നിങ്ങളിലൂടെ കാണുന്നത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുക. മാത്രമല്ല നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ തീരുമാനം എടുക്കുമ്പം ദേഷ്യത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കാതിരിക്കുക. ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണമെന്നും പറയുന്നുണ്ട്. ഗീത ദ അബ്സല്യൂട്ട് ട്രൂത്താണ് വന്നിട്ടുള്ളത്. അതിൽ ഗീത പറഞ്ഞിരിക്കുന്നത് എന്താണ്? കർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത്. അപ്പോൾ നിങ്ങളുടെ കർമ്മം എന്താണോ നിങ്ങളത് ചെയ്യുക. ശരിയായ വഴിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ധർമ്മം പാലിക്കുക. ധർമ്മം എന്താണോ
അത് ചെയ്യുക. ഡു വാട്ട് ഈസ് ഡിസൈഡ് ഓഫ് യു, പെർഫോം യുവർ ഡ്യൂട്ടി. നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യാനാണ്. നിങ്ങൾ വേറൊന്നും തന്നെ നോക്കേണ്ടതില്ല. കർമ്മം ചെയ്യുക, സത്യം പിന്തുടരുക, ദൈവത്തിൽ മുറുകെ പിടിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഗൈഡൻസ് നിങ്ങൾ അവഗണിച്ച് കളയരുത് എന്നുള്ളതാണ്. ട്രാൻസ്ഫോർമേഷനാണ് ഇത് ഡെത്തും വന്നിട്ടുണ്ട്, ഇപ്പം ട്രാൻസ്ഫോർമേഷൻ വന്ന് ഇതും ഒരു പരിവർത്തനമാണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു പാമ്പ് പടം പൊഴിച്ച് കളയുന്നത് പോലെ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്ത് നിങ്ങളൊരു പുതിയ ആളായി തീരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇപ്പോൾ വരുന്ന മാറ്റത്തെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടായിരിക്കാം, എനിക്കത് പറ്റുമോ? പക്ഷേ മാറ്റത്തെ ഭയപ്പെടാതിരിക്കുക. ഇപ്പോൾ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആത്മീയ വളർച്ച ഉണ്ടാകുന്നുണ്ടായിരിക്കാം, പുതിയ അവസരങ്ങൾ വരുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കാം, പഴയ ചിന്താരീതികളൊക്കെയും മാറി നിങ്ങളൊരു പുതിയ ആളായി ആകുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഭഗവാൻ പറയണത്. അല്ലാതെ നിങ്ങൾ ഞാൻ മാറൂല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ പഴയ ആളല്ല, നിങ്ങൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങളൊരു പുതിയ ഒരാളായി തീരുന്നു, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബ്ലെസ്സിങ്സ് ആണ് വന്നിട്ടുള്ളത്. ദിസ് കാർഡ് ബ്രിങ്സ് ബ്ലെസ്സിങ്സ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വഴിയിലേക്ക് വരുന്നു. അത് ചിലപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹാർമണി ഉണ്ടാകുന്നുണ്ടായിരിക്കാം, സാമ്പത്തിക മേന്മ ഉണ്ടാകുന്നുണ്ടായിരിക്കാം, മനസമാധാനവും സന്തോഷവും ദൈവാനുഗ്രഹവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ബ്ലെസ്സിങ്സ് പല വഴികളിലൂടെ വരാം. അപ്പം നിങ്ങൾ ഒരു കാര്യം വന്നാൽ മാത്രമേ നിങ്ങൾ സന്തോഷിക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് പല വഴികളിലൂടെ നിങ്ങൾക്ക് സന്തോഷം വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടിയും വരുന്നു എന്നാണ് കാണുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു പരിവർത്തനം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് അനുഗ്രഹങ്ങളാണ്. ഈ ഒരു സമയം കുറച്ച് ഹാർഡായിരിക്കും, പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങളാണ് വരുന്നതെന്നാണ് ഭഗവാൻ പറയണത്. ബി പോസിറ്റീവാണ്. നിങ്ങൾ പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പക്ഷെ നിങ്ങളുടെ മുന്നിലുള്ള ഈ ഒരു സമയം വളരെ പ്രശ്നങ്ങളാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ആ വിചാരം പൂർണ്ണമായും ശരിയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം നിങ്ങൾക്ക് ഭഗവാൻ ഒരു നല്ല പദ്ധതി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത് ഒരിക്കലും എന്നാണ് ഭഗവാൻ പറയണത്. അപ്പോൾ ഓവറോൾ എനർജി നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്, നിങ്ങൾക്ക് അനുഗ്രഹങ്ങളാണ്. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ നടക്കട്ടെ, അത് കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത്, നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റൂല എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിലും ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ആവശ്യമില്ലാത്ത നെഗറ്റിവിറ്റി നിങ്ങൾ പ്രൊവോക്ക് ചെയ്യരുത്. അതായത് നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പ് പറയരുത്, ഗോസിപ്പ് പറയുന്നത് കേൾക്കരുത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഫോർവേഡ് ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ മൊബൈലിൽ ഒരു വീഡിയോ ഒക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു അപകടമോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ആത്മഹത്യയോ അപകടമോ എന്തെങ്കിലും ക്രൈം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്നും അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകാതിരിക്കുക. അതിനെക്കുറിച്ച് മറ്റുള്ള ആൾക്കാരോട് അതിങ്ങനെ ഗോസിപ്പ് പോലെ പറയാതിരിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക, നിങ്ങളതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അധ്യായം എൻ്റെ ആകുന്നു, നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരുന്നു എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കൃഷ്ണ ഗൈഡൻസ്. ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ ഈ ഒരു സമയം തരട്ടെ. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു.